വളാഞ്ചേരി നഗരസഭ ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണം വ്യാപാരി വ്യവസായി വളാഞ്ചേരി യൂണിറ്റ് സംഘടിപ്പിച്ചു. വളാഞ്ചേരി നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാർക്കും സ്വീകരണം നൽകി. വളാഞ്ചേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി നഗരത്തിലെ പ്രധാന വിഷയങ്ങൾ അടങ്ങിയ മെമ്മോറാണ്ടം നഗരസഭാ ചെയർപേഴ്സൺ ഹസീന വട്ടോളിക്ക് വ്യാപാരി പ്രസിഡന്റ് മുഹമ്മദ് അലി സമർപ്പിച്ചു. പുതിയ ട്രാഫിക് പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്കും ഇതിൽ തുടക്കമിട്ടു. വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ SH വിനോദ് വലിയാട്ടിൽ വളാഞ്ചേരി നഗരത്തിൽ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ പര്യാപ്തമായ രീതിയിലുള്ള വൺ-വേ സിസ്റ്റങ്ങൾ ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശം നൽകി. നഗരസഭ ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റി വിഷയം പഠിച്ച് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ മറുപടി നൽകി. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ KV ഉണ്ണികൃഷ്ണൻ, മാരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ, ചേരിയിൽ രാമകൃഷ്ണൻ, ഷാജഹാൻ എന്ന മണി, അസൈനാൽ പറശ്ശേരി, മെഹബൂബ് തോട്ടത്തിൽ, NC നിസാർ തുടങ്ങിയവർ സംബന്ധിച്ചു. വളരെ സജീവമായ ജില്ലയിൽ തന്നെ വളരെ സജീവമായ ഒരു പട്ടണമായി നിലനിൽക്കുന്നു. നമുക്ക് ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റിയിൽ പട്ടാമ്പി റോഡ് ബൈപ്പാസ് ആക്കി മാറ്റാൻ പറ്റുമോ എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് ആ ഒരു പദ്ധതി മുന്നിൽ വെക്കേണ്ടതാണ്. ഇപ്പൊ ആ റോഡിന്റെ വീതി കൂട്ടലും ക്ലിയർ ആക്കലും നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ ദിവസങ്ങളിലെല്ലാം നല്ല റോഡായി അത് മാറും. അതിനുശേഷം നമുക്ക് അവിടെ ഒരു ബൈപ്പാസ് ആക്കാൻ പറ്റുകയാണെങ്കിൽ എല്ലാ വണ്ടികളും പട്ടാമ്പിയിൽ നിന്ന് വരുന്നത് ഇങ്ങോട്ട് കയറുകയും നേരെ വളഞ്ഞു പോവുകയും ചെയ്യുമ്പോൾ അവിടെ കുത്തിക്കയറലുണ്ടാവില്ല. അത് ചെയ്യാൻ പറ്റുമോ ആലോചിക്കണം. അങ്ങനെയാണെങ്കിൽ അത് വൺ വേ എന്നുള്ള ബോർഡ് വെക്കണം. കുറച്ച് ദിവസങ്ങളിൽ പോലീസിന് സേവനോടെ വെക്കണം. അതൊരു സിസ്റ്റം ആയി കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ല. പിന്നെ നമുക്കൊരു ക്യാമറ വെച്ചുള്ള കാര്യങ്ങൾ. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക. 2. പ്രായമായവർക്കും വിദ്യാർത്ഥികൾക്കും റോഡ് മുറിച്ചു കടക്കാനുള്ള സീബ്ര ലൈനുകൾ പുനഃസ്ഥാപിക്കുക. 3. വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ അനധികൃത കച്ചവടങ്ങൾ നിരോധിക്കുക. മുനിസിപ്പൽ അധീനതയിലുള്ള കെട്ടിടങ്ങളുടെ വാടക റിവേഴ്സ് ചെയ്യുക. 5. ഹരിതകർമ്മസേന യൂസർ ഫീ ഇനത്തിൽ അമിത ചാർജ് വാങ്ങുന്നത് അവസാനിപ്പിക്കുക.